നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലേറ്റസ്റ്റ് ഷീറ്റ് മെറ്റൽ കട്ടിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ലേറ്റസ്റ്റ് ഷീറ്റ് മെറ്റൽ കട്ടിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തവൻ പ്ലാസ്മ കട്ടിംഗ് ആണ്, അല്ലെങ്കിൽ പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ആണ്. രണ്ടാമത്തവൻ ലേസർ കട്ടിംഗ് അല്ലെങ്കിൽ ലേസർ ബീം കട്ടിംഗ് ആണ്. മൂന്നാമത്തവൻ വാട്ടർ ജെറ്റ് കട്ടിംഗ് അല്ലെങ്കിൽ പഞ്ചിങ്. ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നത് പ്ലാസ്മ ആർക്ക് കട്ടിങ്, ലേസർ ബീം കട്ടിങ്, പിന്നെ വാട്ടർ ജെറ്റ് കട്ടിങ് ആൻഡ് പഞ്ചിങ്. ഓൾമോസ്റ്റ് സെയിം ആണ്. പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പഞ്ചിങ് എന്ന് പറയും, നമ്മൾ കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കട്ടിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ലേറ്റസ്റ്റ് ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ കൺവെൻഷണൽ ടെക്നിക് അല്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അൺകൺവെൻഷണൽ മെഷീനിങ് അല്ലെങ്കിൽ അൺകൺവെൻഷണൽ കട്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ടെക്നിക്കുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഷീറ്റ് മെറ്റലുകൾ അല്ലെങ്കിൽ ബേസിക്കലി മെറ്റലുകൾ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 3 ഇതെല്ലാം ഇതിൽ കൂടുതലൊക്കെ ഉണ്ട്. അബ്രസീവ് ജെറ്റ് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്താ പറയുന്നത് വേറെയും ഉണ്ട്. ഓക്കെ, കെമിക്കൽ പ്രോസസ്സുകൾ, അതേപോലെ ഇലക്ട്രോൺ ബീം കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറെ കട്ടിങ്ങുകളുണ്ട്. നമുക്കിവിടെ 3 മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഒരു അൺകൺവെൻഷണൽ കട്ടിംഗ് ആണ് അല്ലെങ്കിൽ മെഷീനിങ് പ്രോസസ് ആണ്. ഇതെല്ലാം എന്താണ്, ഒരു നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ് ആണ്. നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കട്ടിംഗ് പ്രോസസ് ആണ്. എന്താണ് ഈ അൺകൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള കട്ടിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ടല്ല കട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എനിക്ക് അതിന് പറയാൻ പറ്റുന്ന പേരാണ് നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കൺവെൻഷണൽ ആയിട്ടുള്ള കട്ടിംഗ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹാർഡർ മെറ്റീരിയൽസ്, കൺവെൻഷണൽ കട്ടിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റാത്ത ഹാർഡർ മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന പ്രോസസ് ആണ് നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 ആ ഗണത്തിൽ പെടുന്നതാണ്. ഏതില്? നോൺ കൺവെൻഷണൽ മെഷീനിങ് പ്രോസസ്സിൽ. അപ്പൊ ആദ്യം നമുക്ക് പ്ലാസ്മ കട്ടിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കാം. എന്താണ് പ്ലാസ്മ കട്ടിങ്? പ്ലാസ്മ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പേ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം പറയാം. ഓക്കെ, അപ്പം ഇത് ഉപയോഗിക്കുന്നത് മെറ്റലും നോൺ മെറ്റലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. പ്ലാസ്മ ആർക്ക് കട്ടിങ് എവിടെ ഉപയോഗിക്കും? മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നോൺ മെറ്റൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പം യൂസ്ഡ് ടു കട്ട് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഇത് എന്താണ്? ബേസിക്കലി ഇതൊരു തെർമൽ കട്ടിംഗ് പ്രോസസ് ആണ്. ഓക്കെ, എന്താണിത്? തെർമൽ കട്ടിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ഇതൊരു തെർമൽ കട്ടിംഗ് പ്രോസസ് ആണ്. അതായത് ടെമ്പറേച്ചർ കൊണ്ട് അല്ലെങ്കിൽ ഹീറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ കൊണ്ട് കട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ് ആണ് ഇത്. ഓക്കെ, അപ്പൊ തെർമൽ കട്ടിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ഇതില് കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് ഈ പറയുന്ന വർക്ക് മെറ്റീരിയലിന്റെ മുകളിൽ ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാവില്ല. ഓക്കെ, ഫ്രീ ഓഫ് എനി കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് വർക്ക് സർഫസിന്റെ മുകളിൽ ഒരു തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാവുന്നില്ല. ഫ്രീ ഓഫ് എനി കെമിക്കൽ റിയാക്ഷൻ. അതായത് ഇവിടെ എന്തുണ്ടാവില്ല? ഓക്സിഡേഷൻ ഉണ്ടാവില്ല എന്നർത്ഥം. വിത്തൗട്ട് ഓക്സിഡേഷൻ, അതായത് കൊറോഷൻ ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്സിഡേഷൻ, ഈ കട്ടിങ് കാരണം കൊറോഷൻ ഉണ്ടാവില്ല എന്ന്. ഓക്കെ, അപ്പൊ വിത്തൗട്ട് ഓക്സിഡേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ അത്? യെസ്. അപ്പോൾ എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറും ഹൈ വെലോസിറ്റിയിലുമാണ് ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ആർക്കിനെ, ഞാൻ പറഞ്ഞു പ്ലാസ്മ കട്ടിംഗ് എന്ന് പറയുന്നത് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്ലാസ്മയുടെ എന്താണ്? ആർക്ക് കട്ടിംഗ് ആണ്. പ്ലാസ്മ ആർക്ക് കട്ടിംഗ് എന്നും ഇതിനെ പറയാറുണ്ട്. പ്ലാസ്മ ആർക്ക് കട്ടിംഗ്. ഓക്കെ, അപ്പൊ എന്താണ്? എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ വെലോസിറ്റി കൺസ്ട്രിക്റ്റഡ് ആർക്ക് ഈസ് യൂട്ടിലൈസ്ഡ്. അപ്പൊ എന്താ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്? കട്ട് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ
ഹൈ വെലോസിറ്റി, ഹൈ ടെമ്പറേച്ചർ മാത്രമല്ല വളരെ കൂടുതൽ വെലോസിറ്റി ഉണ്ട്. ഓക്കെ, കൺസ്ട്രിക്റ്റഡ് ആർക്ക്, ഒരു നോസിൽ കൂടെ പാസ് ചെയ്യുന്ന ആർക്ക്, അതാണ് എന്തിനു ഉപയോഗിക്കുന്നത്? യൂട്ടിലൈസ്ഡ് ഫോർ പ്ലാസ്മ ആർക്ക് കട്ടിങ്. ഓക്കെ, അപ്പൊ പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഹൈ ടെമ്പറേച്ചർ, ഹൈ വെലോസിറ്റി ഉള്ള ഏതൊരു കൺസ്ട്രക്റ്റഡ് ആർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണ്. എങ്ങനെയാണ് ഈ പ്ലാസ്മ ആർക്ക് കട്ടിങ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ആണ്. അതിന്റെ മെയിൻ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പൊ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആദ്യം നമുക്ക് പറയാം. ഓക്കെ, ഇതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? കുറച്ച് ഗ്യാസുകളെ, കുറച്ച് സെലക്ട് ചെയ്ത ഗ്യാസുകളെ, അത് ഏതാന്ന് പറയാം, അതിനെ എന്ത് ചെയ്യാണ്? ഇലക്ട്രിക്കൽ ആർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പറഞ്ഞ ഈ ഗ്യാസുകളെ അയണൈസ് ചെയ്യുകയാണ്. ഓക്കെ, ആ അയണൈസ്ഡ് ഗ്യാസ് അലോങ് വിത്ത് എന്താണ്? ഈ ആർക്കുമാണ്. അപ്പോ ഹൈ ടെമ്പറേച്ചറിലുള്ള ഹൈ വെലോസിറ്റിയിലുള്ള ആർക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രോസസ്സാണ്. എവിടെ നിന്നാണ് റിസൾട്ട് ചെയ്യുന്നത്? റിസൾട്ടിങ് ഫ്രം a process resulting from ionizing in a column of gas. ആ ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓഫ് ഗ്യാസ് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. ഓക്കെ, ഗ്യാസ് വിത്ത് എക്സ്ട്രീം ഹീറ്റ് ഓഫ് എൻ ഇലക്ട്രിക് ആർക്ക്, വിത്ത് എക്സ്ട്രീം heat of electric arc. അപ്പൊ ഇങ്ങനെയാണ് പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അയോണൈസ് ചെയ്യാണ്. ആരെ അയോണൈസ് ചെയ്യാണ്? ഞാനൊരു ഗ്യാസിനെ അയോണൈസ് ചെയ്യാണ്. എങ്ങനെ? ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചിട്ട് അയോണൈസ് ചെയ്യാണ്. അങ്ങനെ എനിക്ക് എന്താ കിട്ടുക? ഒരു പ്ലാസ്മ സ്റ്റേറ്റ് കിട്ടും. ആ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള ഈ അയോണൈസ്ഡ് ഗ്യാസിനെ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? എലോങ് വിത്ത് ആരെ? ഈ പറയുന്ന ആർക്കിന്റെയും കൂടെ. ഓക്കെ, എന്ത് ചെയ്യാണ്? ഞാനൊരു നോസിൽ വഴി, അല്ലെ, കൺസ്ട്രക്റ്റഡ് ആർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നോസിൽ വഴി ഏതിലേക്ക്? എന്റെ വർക്ക് പീസിന്റെ മുകളിലേക്ക് ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്? പാസ് ചെയ്യിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ മെറ്റല് വേപ്പറൈസ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ മെറ്റീരിയൽ റിമൂവൽ നടക്കും. അതാണ് ഈ പറയുന്ന പ്ലാസ്മ ആർക്ക് കട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് ഈ ആർക്ക് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം പറയാം. ഓക്കെ, അപ്പൊ ആർക്ക് ജനറേറ്റ് ചെയ്യുന്നത്, ആർക്ക് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഒരു നോസിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള നോസിൽ കാണാൻ വേണ്ടി പറ്റും, അല്ലെ? ഇവിടെ എനിക്ക് ഒരു നോസിൽ, കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള നോസിൽ ഉണ്ട്. ഇവിടെ എനിക്കൊരു ഇലക്ട്രോഡ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ഇലക്ട്രോഡിന്റെയും നോസിലിന്റെയും ഇടയിലാണ് എന്ത് നടക്കുന്നത്? ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡിന്റെയും നോസിലിന്റെയും ഇടയിലാണ് ആദ്യം പൈലറ്റ് ആർക്ക്, അല്ലെ, ഇനീഷ്യൽ ആർക്ക് ഉണ്ടാവുക. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഈ നോസില്, ഓക്കെ, നോസിൽ കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. നോസിൽ എന്തുകൊണ്ടുണ്ടാക്കിയാണ്? കോപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്. ഓക്കെ, ആ നോസില് ആനോഡ് ആക്ട് ചെയ്യും. ഇലക്ട്രോഡ്, ഓക്കെ, ഇലക്ട്രോഡ് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയതാണ് ഇലക്ട്രോഡ്. ഓക്കെ, ഏതിന്? നമ്മുടെ കംപ്രസ്ഡ് എയറിന് ഒഴികെ. കംപ്രസ്ഡ് എയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ ഹാഫ്നിയവും സിർക്കോണിയവുമാണ് എന്ത്? ഇലക്ട്രോഡായിട്ട് വരുന്നത്. അപ്പോൾ കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഉപയോഗിച്ചു, അല്ലെ? ആ കംപ്രസ്ഡ് എയർ വരുന്നത് എന്താണ്? ഈ അയണൈസ്ഡ് ഗ്യാസിന്റെ, അല്ലെങ്കിൽ തരത്തിലുള്ള ഗ്യാസ്, നമ്മൾ കുറച്ച് ഗ്യാസിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗ്യാസിൽ ഒന്നാണ് ഏത്? കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ പറയാൻ പോകുന്ന ഗ്യാസിൽ കംപ്രസ്ഡ് എയറിനൊഴികെ ബാക്കി എല്ലാത്തിനും ഇവിടെ എന്താണ്? ടൈറ്റാനിയം ആയിരിക്കും. 2% തോറേറ്റഡ് ടൈറ്റാനിയം ആയിരിക്കും. ഓക്കെ, പിന്നെയോ നോസിൽ എപ്പോഴും കോപ്പർ ആണ്. ഇനി കംപ്രസ്ഡ് എയർ ആണെങ്കിൽ ഹാഫ്നിയവും സിർക്കോണിയം ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോഡ് കാത്തോഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള കാത്തോഡായിട്ടും, നോസില് എന്തായിട്ട്? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആനോഡായിട്ടും ആക്ട് ചെയ്യുന്നു.
ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇനീഷ്യേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്, ആർക്ക് ഇനീഷ്യേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് between electrode and nozzle, between electrode and nozzle. ഇലക്ട്രോഡിന്റെ നോസിന്റെ ഇടയിലാണ് ആർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ഈ നോസില്, ഓക്കെ, അടുത്ത നോസിലിനെ കുറിച്ച് പറയപ്പെടാം. നോസില് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു, കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. നോസിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്തായിട്ട് ആക്ട് ചെയ്യും, ആനോഡായിട്ട്, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡായിട്ട് ആക്ട് ചെയ്യും. ഇനി ഇലക്ട്രോഡോ, ഇലക്ട്രോഡ് 2% തോറിയേറ്റഡ്, 2% തോറിയേറ്റഡ് എന്താണ്, ടങ്സ്റ്റൺ ആണ്, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഓക്കെ, 2% തോറിയേറ്റഡ് ആണ്. എന്തിനൊഴികെ, ഓക്കെ, എന്തിനൊഴികെ, ഫോർ ഓൾ ഗ്യാസസ് എക്സെപ്റ്റ്, ഫോർ ഓൾ ഗ്യാസസ് other than compressed air. ഓക്കെ, അപ്പൊ കംപ്രസ്ഡ് എയറിന് എന്താണ്, കംപ്രസ്ഡ് എയറിന് ഹാഫ്നിയവും, കംപ്രസ്ഡ് എയർ എന്താണ്, കംപ്രസ്ഡ് എയറിന് ഹാഫ്നിയവും സിർക്കോണിയവുമാണ്, ഓർ സിർക്കോണിയം കംപ്രസ്ഡ് എയറിന്, അല്ലെ, ഫോർ കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയറിന് ഹാഫ്നിയവും സിർക്കോണിയവുമാണ് ഇലക്ട്രോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ് ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് സ്ട്രൈക്ക് ചെയ്തു, ആർക്ക് സ്ട്രൈക്ക് ചെയ്തു. ഇനി ഗ്യാസിൽ ഒരു ഗ്യാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഗ്യാസുകൾ ഏതൊക്കെയാണ്, ബാക്കിയുള്ള ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഗ്യാസുകൾ ഏതൊക്കെയാണ് ഇവിടെ എഴുതാം നമുക്കത്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കൂ, ആർഗൺ, നൈട്രജൻ, ആർഗൺ, നൈട്രജൻ, ഹീലിയം, പിന്നെയോ എയർ, നമ്മൾ പറഞ്ഞില്ലേ കംപ്രസ്ഡ് എയർ, പിന്നെയോ ഹൈഡ്രജൻ ഓർ മിക്സ്ചർ ഓഫ് ദീസ് ഗ്യാസസ്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ എന്താവാം, ഈ പറയുന്ന ഇൻഡിവിജ്വൽ ഗ്യാസസ് ആവാം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം എന്താവാം, മിക്സ്ചറും ആവാം. ഓക്കെ ആണല്ലോ. അതിൽ ഈ പറയുന്ന എയർ, കംപ്രസ്ഡ് എയറിന് മാത്രമാണ് എന്തല്ലാത്തത്, 2% തോറേറ്റഡ് ടങ്സ്റ്റണും 2% തോറേറ്റഡ് ടങ്സ്റ്റൺ അല്ലാത്തത്. ഓക്കെ, അതിനെന്താണ്, ഹാഫ്നിയവും സിർക്കോണിയവുമാണ്. എന്താണ്, ഹാഫ്നിയവും സിർക്കോണിയവുമാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, ആർക്ക് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ആർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ടോ ഈ ഗ്യാസിനെ ഞാൻ അയോണൈസ് ചെയ്യുന്നു. അങ്ങനെ ആ അയോണൈസ്ഡ് ഫോമിലുള്ള ഗ്യാസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനി ഈ പ്ലാസ്മയെ എലോങ് വിത്ത് എന്താണ്, ആർക്ക് ഈസ് ഫോഴ്സ്ഡ് ത്രൂ വെരി സ്മോൾ നോസിൽ. ഇവിടെ കാണുന്ന ആ പോസിറ്റീവ് ഇട്ടിരിക്കുന്ന ആ നോസിൽ കൂടെ ഞാൻ ഫോഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, ആരെ ഫോഴ്സ് ചെയ്യാണ്, ഈ അയോണൈസ്ഡ് ഗ്യാസിനെ ഞാൻ ആർക്കിന്റെ കൂടെ ആ നോസിലേക്കൂടെ ഫോഴ്സ് ചെയ്യണം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടുന്നു, ഒരു ഹൈ വെലോസിറ്റി, ഹൈ ടെമ്പറേച്ചറിലുള്ള പ്ലാസ്മ സ്ട്രീം കിട്ടുന്നു. ഓക്കെ, ആ പ്ലാസ്മ സ്ട്രീം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം, എന്താണ്, അയോണൈസ്ഡ് ഗ്യാസ് എലോങ് വിത്ത് എന്താണ്, the arc is forced through a very small opening, through a very small opening അതിന്റെ പേരെന്താണ്, നോസ് അല്ലെ, നോസ്. ഓക്കെ, എന്താണ് റിസൾട്ട് ചെയ്യുന്നത്, റിസൾട്ടിങ് ഇൻടു എന്താണ്, എ പ്ലാസ്മ സ്ട്രീം
plasma stream of high temperature and high velocity. ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ITI ബുക്കിൽ പറയുന്നത് 20,000 കെൽവിൻ എന്നാണ്. ഇതിലെ പറയുന്നത് ITI ബുക്കിൽ പറയുന്നത് 20,000 കെൽവിൻ എന്നാണ്. എന്നാൽ ബിടെക്കിന്റെ ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 11,000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണെന്ന് ബിടെക്കിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, ബിടെക് ബുക്സിൽ ഇതാണ് പറയുന്നത്. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതേ എഴുതാൻ പാടില്ല, കാരണം ITI ബുക്കിൽ ഈ സാധനമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 20,000 കെൽവിൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുത്തുക, അതില്ലെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോവാം 11,000 ഡിഗ്രി സെൽഷ്യസ് ടു 30,000 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ മിക്കവാറും ഇതാണ് ഓപ്ഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താ സംഭവിക്കുന്നത്? പ്ലാസ്മ സ്ട്രീം ആൻഡ് ഇലക്ട്രിക് ആർക്ക് സ്ട്രൈക്ക് ദി വർക്ക് പീസ് ആൻഡ് ദി അയോൺസ് ഇൻ ദി പ്ലാസ്മ സ്ട്രീം റീകമ്പൈൻസ് ഇൻ ടു ഗ്യാസ് ആറ്റം. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പൊ അയോണൈസ് ചെയ്തു അല്ലെ, അയോണൈസ് ചെയ്തിരിക്കുന്ന ഈ ഗ്യാസ് വർക്ക് പീസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോഴേക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് റീകമ്പൈൻ ചെയ്യും. അപ്പൊ റീകമ്പൈൻ ചെയ്യുമ്പം വളരെ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, വളരെ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നു. ആ ഹീറ്റ് എന്ത് ചെയ്യുന്നു? വർക്ക് പീസിനെ മെൽറ്റ് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ എന്ത് നടക്കുന്നത്? മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് എഴുതിയേക്കാം. ഓക്കെ, ഇത് ഞാൻ ഇറേസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് നടക്കുന്നു? പ്ലാസ്മ സ്ട്രീം ആൻഡ് ഇലക്ട്രിക് ആർക്ക് സ്ട്രൈക്ക് ദി വർക്ക് പീസ്. പ്ലാസ്മ സ്ട്രീം ആൻഡ് ഇലക്ട്രിക് ആർക്ക് സ്ട്രൈക്ക് the workpiece. Strike the workpiece. Okay. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക? അയോൺസ് ഇൻ ദി പ്ലാസ്മ റീകമ്പൈൻസ് ഇൻ ടു ഗ്യാസ് ആറ്റം. അയോൺസ് ഇൻ ദി പ്ലാസ്മ എങ്ങനെ ഇതുണ്ടായത്? ഗ്യാസ് ആറ്റം ഡീകമ്പോസേറ്റ് ആണ് ഉണ്ടായത് അല്ലെ? പ്ലാസ്മ റീകമ്പൈൻസ് ടു ഫോം ഗ്യാസ് ആറ്റം. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ലിബറേറ്റ്സ്. ഇങ്ങനെ റീകമ്പൈൻ ചെയ്യുമ്പോൾ ഹൈ എന്തുണ്ടാവുമെന്ന് പറഞ്ഞു? ഹീറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലെ? ലിബറേറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നു? എന്റെ മെറ്റലിനെ അല്ലെങ്കിൽ വർക്ക് പീസിനെ മെൽറ്റ് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്യുന്നു. ദിസ് ഹീറ്റ് melts the workpiece. This heat melts the workpiece, vaporizes parts of the material. Vaporizes parts of the material and the balance is blasted away. The balance is blasted away in the form of molten metal. In the form of molten metal through the heat. ഇതാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഇത് റീകമ്പൈൻ ചെയ്യുന്ന അയൺസ് റീകമ്പൈൻ ചെയ്യുന്ന ഹീറ്റ് ഉപയോഗിച്ചിട്ട് വർക്ക് പീസിനെ മെൽറ്റ് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ മെൽറ്റ് ചെയ്ത സാധനത്തിനെ അല്ലെങ്കിൽ ബാക്കി വന്ന സാധനത്തിനെ എന്ത് ചെയ്യുന്നു? ബ്ലാസ്റ്റ് ചെയ്യുന്നു. ബ്ലാസ്റ്റ് അവേ. ഓക്കെ, പുറത്തേക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത പഠിക്കുന്നത് പ്ലാസ്മ കട്ടിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മ കട്ടിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ. അപ്പോൾ പ്ലാസ്മ കട്ടിങ് റിക്വയർസ് എന്താണ് ആവശ്യമുള്ളത്? പ്ലാസ്മ കട്ടിങ്ങിന് എന്താ ആവശ്യമുള്ളത്? എ കട്ടിംഗ് ടോർച്ച്. പിന്നെയോ എ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, പിന്നെ പവർ സപ്ലൈ.
പവർ സപ്ലൈ. പിന്നെയോ വൺ ഓർ മോർ കട്ടിംഗ് ഗ്യാസസ്. വൺ ഓർ മോർ കട്ടിംഗ് ഗ്യാസസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. വൺ ഓർ മോർ കട്ടിംഗ് ഗ്യാസസ്. ഓക്കെ. പിന്നെയോ എ സപ്ലൈ ഓഫ് ക്ലീൻ കൂളിംഗ് വാട്ടർ. ഓക്കെ. ഇപ്പോൾ ടോർച്ച് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് എ സപ്ലൈ ഓഫ് ക്ലീൻ കൂളിംഗ് വാട്ടർ. ക്ലീൻ കൂളിംഗ് വാട്ടർ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവൽ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മാനുവൽ കട്ടിങ്ങിനും പിന്നെ ഏതിനാണ് മെഷീൻ കട്ടിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കട്ടിങ്ങിനും നമുക്ക് എക്യുപ്മെന്റ്സ് അവൈലബിൾ ആണ്. ഏത് പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിൽ. ഓക്കെ. പിന്നെയോ ഇത് എംപ്ലോയ് ചെയ്യുന്നത് എന്താണ്? ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പോളാരിറ്റി. ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പോളാരിറ്റിയാണ് എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ. ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പോളാരിറ്റി നമ്മൾ വെൽഡിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഡയറക്റ്റ് കറണ്ട്, എന്താണ് സ്ട്രെയിറ്റ് പോളാരിറ്റി, എന്താണ് റിവേഴ്സ് പോളാരിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യുന്നത്? പ്ലാസ്മ കട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡയറക്റ്റ് കറണ്ട് സ്ട്രെയിറ്റ് പോളാരിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി ചില നേരത്ത് നമുക്ക് ഷീൽഡിംഗ് ഗ്യാസ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഷീൽഡിങ്ങിന് വേണ്ടിയിട്ട് ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വാട്ടർ നമ്മൾ ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രൂവ് ദി ക്വാളിറ്റി, കട്ടിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നോസിലിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഷീൽഡിംഗ് ഗ്യാസസും നമ്മൾ ഉപയോഗിക്കും ചില നേരത്ത്. ഓക്കെ. അപ്പോൾ ഓക്സിലറി ഷീൽഡിംഗ് ഇൻ ദ ഫോം ഓഫ് ഗ്യാസ് ഓർ വാട്ടർ ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദി കട്ട് ക്വാളിറ്റി ആൻഡ് ഇംപ്രൂവ് നോസിൽ ലൈഫ്. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് എഴുതിയേക്കാം. ഓക്കെ. അപ്പോൾ ചില നേരത്തെ നമ്മൾ എന്തെങ്കിലും ഓക്സിലറി ഷീൽഡിംഗ്. ഓക്കെ. അപ്പോൾ ഓക്സിലറി ഷീൽഡിംഗ് in the form of gas or water is used എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? to improve എന്താണ്? the cut quality കട്ടിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെയോ ടു ഇംപ്രൂവ് നോസിൽ ലൈഫ്. അപ്പോൾ നോസിലിന്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ കട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിലറി ഷീൽഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഓക്സിലറി ഷീൽഡിംഗ് ഉപയോഗിക്കുക? ഗ്യാസ് ഉപയോഗിക്കാം, വാട്ടർ ഉപയോഗിക്കാം. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, പ്ലാസ്മ കട്ടിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്ത് നമുക്ക് ലേസർ ബീം കട്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ എന്താണ് ലേസർ ബീം കട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലേസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ലേസർ എന്താണ്? ലേസർ ഈസ് എൻ ഇലക്ട്രോമാഗ്നെറ്റിക് റേഡിയേഷൻ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുക, ലേസർ പ്രൊഡ്യൂസ് ചെയ്യുക ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ പ്രൊഡ്യൂസസ് എ മോണോക്രോമാറ്റിക് ലൈറ്റ്. അതിനെയാണ് നമ്മൾ ലേസർ ബീം എന്ന് പറയുന്നത്. ഈ മോണോക്രോമാറ്റിക് ലൈറ്റിനെയാണ് നമ്മൾ ലേസർ ബീം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ മോണോക്രോമാറ്റിക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലേസർ ബീമിനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു വെരി സ്മോൾ സ്പോട്ടിലേക്ക്, അതായത് ലെസ് ദാൻ 0.002 mm ഡയ ഉള്ള ഒരു സ്പോട്ടിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലേസർ ബീമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള സ്പോട്ടിലേക്ക്, വളരെ ചെറിയ സ്പോട്ടിലേക്ക് എനിക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. The beam can be focused. Optically onto very small
spots, very small spots of less than 0.002 mm dia. ഓക്കെ, അപ്പൊ ഇത്രയും ചെറിയ സ്പോട്ടിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്താണ് ഈ ലേസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ലേസർ ഇത് ചോദിക്കാം. എന്താണ് ലേസർ എന്ന് സാധാരണ PSC ചോദിക്കുന്നതാണ്. വളരെ എളുപ്പമാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതിന്റെ അക്രോണിമാണ് ലേസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലേസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലേസർ എക്സ്പാൻഡ് ചെയ്ത് എനിക്ക് എന്താ കിട്ടുക, ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് നമ്മളൊരു ലൈറ്റ് ബീമിനെ കൊണ്ട് സിമുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ലേസിംഗ് സോഴ്സിനെ നമ്മൾ സിമുലേറ്റ്, അല്ലെങ്കിൽ ക്രിസ്റ്റലിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യണം. സിമുലേറ്റഡ് എമിഷൻ, അങ്ങനെ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. റേഡിയേഷൻ സിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന്റെ എക്സ്പാൻഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലേസർ എന്നത് ഇതിന്റെ അക്രോണിം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ, ലൈറ്റ്, ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ്, എമിഷൻ, ഓഫ് റേഡിയേഷൻ, ഇപ്പൊ ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സിമുലേറ്റഡ് എമിഷൻ ഓഫ് എന്താണ്, റേഡിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവിടെ കട്ടിങ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യുക, ഇവാപറേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പൊ ചില നേരത്ത് വെറും ഇവാപറേഷൻ മാത്രമായിരിക്കും. ചില മെറ്റൽ എന്താണ്, സം മെറ്റൽസ് ഗെറ്റ് ഹോളി ഇവാപറേറ്റഡ്. ഓക്കെ, മെൽറ്റിംഗ് ഉണ്ടാവില്ല, ഡയറക്റ്റ്ലി അങ്ങ് ഇവാപറേഷൻ ആണ് നടക്കുക. ഓക്കെ, അപ്പം ആ മെക്കാനിസം നമുക്കൊന്ന് എഴുതിയേക്കാം. ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് എഴുതിയേക്കാം. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മെക്കാനിസം ബൈ വിച്ച് ദി മെക്കാനിസം ബൈ വിച്ച് the mechanism by which a laser beam removes in the material from the surface, work surface involves a combination of എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്, മെൽറ്റിംഗ് ആൻഡ് ഇവാപറേഷൻ. അപ്പോൾ മെൽറ്റിംഗ് ആവാം, ഇവാപറേഷൻ ആവാം. അപ്പൊ മെൽറ്റിംഗ് ആൻഡ് ഇവാപറേഷൻ ഇതിന്റെ എന്താണ്, ഒരു കോമ്പിനേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ചില നേരത്ത് ഫോർ സം മെറ്റീരിയൽസ് എന്താണ്, ഇവാപറേഷൻ മാത്രമായിരിക്കും സം മെറ്റീരിയൽസിന്. For some materials mechanism is purely evaporation. Mechanism is purely എന്താണ്, of evaporation. Purely evaporation. ഈ ലേസർ എനിക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം, ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. അപ്പൊ ലേസർ can be used for cutting as well as for drilling. അപ്പോൾ used for cutting as well as എന്തിനാണ്, ഡ്രില്ലിംഗ്. ഓക്കെ, വാട്ടർ കട്ടിങ്ങിനും പഞ്ചിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇത് ലേസർ കട്ടിങ്ങിനും ഡ്രില്ലിങ്ങിനും ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ത്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എത്രയേ ഉള്ളൂ, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എത്രയാണത്, 4000 millimeter cube per hour ആണ്. 4000 millimeter cube per hour ആണ്. അതാണ് കമ്പാരിറ്റീവ്ലി ലെസ് ആണത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ലോ ആണ്.
മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഇത്രയും ഉണ്ട് എങ്കിലും ഇതെന്താണ് 4000 mm³ ഉണ്ട് എങ്കിലും കമ്പാരിറ്റീവ്ലി ലെസ് ആണ് ഇവൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത് പോയിന്റ് മുകളിൽ എഴുതിയേക്കാം. ആക്യുറസി എന്ന് പറയുന്നത് +or-0.1 mm ആണ്. +or-0.1 mm ആണ് ഇതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത് നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ പഠിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ലേസർ ബീം കട്ടിങ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പടം വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പടം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം. ഇതാണ് എൻ്റെ ലേസർ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലേസർ ക്രിസ്റ്റലിന്റെ താഴെയും മുകളിലുമായിട്ട് 2 മിറർ ഉണ്ടാവും. അതിൽ ഒരു മിറർ എന്ന് പറയുന്നത് ഫുള്ളി റിഫ്ലക്റ്റീവ് ആണ്. ഇവൻ ഫുള്ളി റിഫ്ലക്റ്റീവ്, മുകളിൽ കാണുന്നവൻ ഫുള്ളി റിഫ്ലക്റ്റീവ് മിററാണ്. ഓക്കെ, ഇവനെന്താണ്? ഫുള്ളി റിഫ്ലക്റ്റീവ് മിററാണ്. ഓക്കെ, താഴെ കാണുന്ന ഇവൻ പാർഷ്യലി റിഫ്ലക്റ്റീവ് മിറർ ആണ്. ഓക്കെ, ഇതിന്റെ 2 സൈഡിലായിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ്? ഫ്ലാഷിംഗ് ലാംപ്സ് കാണാൻ വേണ്ടി പറ്റും. ഇതെന്താണ്? ഫ്ലാഷിംഗ് ലാംപ്സ് ആണ്. ഇതെന്താണ്? ഫ്ലാഷിംഗ് ലാംപ്സ് ആണ്. ഓക്കെ, ഇനി ഇത് മൊത്തം എന്തിലാണ് ഉണ്ടാവുക? ഇത് മൊത്തം ഉണ്ടാവുന്നത് ഒരു ബോക്സിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇവിടെ എനിക്കൊരു ലെൻസ് ഉണ്ടാവും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോക്കസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെൻസ് ഉണ്ടാവും. ഓക്കെ, ഈ പറയുന്ന 2 ലൈറ്റും എൻ്റെ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഈ പറയുന്ന 2 ലൈറ്റും ഇവിടേക്ക്, അല്ലെങ്കിൽ 2 ഫ്ലാഷ് ലാമ്പുകളും എൻ്റെ പവർ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇവരാണ് എൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് എൻ്റെ ഫ്ലാഷ് ലാമ്പ് എന്ന് പറയുന്നത്. ഇവനാണ് എൻ്റെ ഫ്ലാഷ് ലാമ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് എൻ്റെ ഫ്ലാഷ് ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്നാണ് ലേസർ ബീം വരുന്നത്. ലേസർ ബീം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അത് ഏതിന്റെ മുകളിലാണ് വീഴുക? അതിന്റെ വർക്ക് സർഫസിന്റെ മുകളിലാണ് വീഴുക. ഏതിന്റെ മുകളിലാണ് വീഴുക? എൻ്റെ വർക്ക് സർഫസിന്റെ മുകളിലേക്കാണ് വീഴുക. ഇതാണ് എൻ്റെ വർക്ക് പീസ് എന്ന് പറയുന്നത്. അവനെ ഹോൾഡ് ചെയ്യുന്ന എന്തുണ്ട്? അവനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫിക്സർ ഉണ്ട്. ഇവനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഒരു ഫിക്സർ ഉണ്ട്. ഓക്കെ, ഇവനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഫിക്സർ. ഓക്കെ, ഇത് മിക്കവാറും റൂബി ക്രിസ്റ്റൽ ആയിരിക്കും. ഈ സാധനം എന്തായിരിക്കും? റൂബി ക്രിസ്റ്റൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്താണെന്നൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറർ ആണ്. ഓക്കെ, ഇത് ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറർ ആണ്. ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിറർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ഇതെന്താണ്? പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ ആണ്. പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ ആണ്. പിന്നെ എനിക്ക് എന്തുണ്ട്? ടോട്ടലി റിഫ്ലക്റ്റിംഗ് മിററായി, പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററായി. 2 ഫ്ലാഷ് ലാമ്പുകളുണ്ട്. ഓക്കെ, പിന്നെയോ ഒരു ലെൻസ് ഉണ്ട്. ഇതിനെന്താണ്? ലെൻസ് ആണ്. ഓക്കെ, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇതെന്താണ്? ലേസർ ബീമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്തിനുള്ളത്? ലേസർ ബീമിന്റെ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്കുള്ളത്. അപ്പൊ പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ സപ്ലൈ ഉണ്ട്, ഫ്ലാഷ് ലാമ്പ് ഉണ്ട്, പിന്നെ ലേസിംഗ് സോഴ്സ്. ഇവനാണ് ലേസിംഗ് സോഴ്സ് അല്ലെങ്കിൽ ലേസർ മെറ്റീരിയൽ എന്ന് പറയും. പിന്നെയോ മിറേഴ്സ്, 2 മിറേഴ്സ് ഉണ്ട് എനിക്ക്. ഓക്കെ, അപ്പൊ ഇത്രയും, പിന്നെ ഒരു ലെൻസ് ഉണ്ട്. ഇത്രയും ആണ് എന്തിന്റെ പാർട്ട് എന്ന് പറയുന്നത്? എൻ്റെ ലേസർ ബീം കട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഓരോ പാർട്ട് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പൊ ഈ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ആദ്യം റഫായിട്ട് പറഞ്ഞേക്കാം. ഈ പവർ സോഴ്സ് നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് പവർ കിട്ടും. ആ പവർ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഫ്ലാഷ് ലാമ്പിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ പറയുന്ന ഫ്ലാഷ് ലാമ്പ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഫ്ലാഷ് ലാമ്പ് എന്താണെന്നൊക്കെ കാര്യങ്ങൾ പറയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടും പറയാം നമുക്ക്. ആ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് ഇതിലേക്ക് വന്ന് വീഴും. ഏതിലേക്ക്? എൻ്റെ ഈ പറയുന്ന ലേസിംഗ് സോഴ്സിലേക്ക് അല്ലെങ്കിൽ ലേസർ മെറ്റീരിയലിലേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെ ഈ ലൈറ്റ് ലേസർ മെറ്റീരിയലിലേക്ക് വന്ന് വീഴുന്ന നേരത്ത് ഇവന്റെ
ആറ്റംസ് ഇതാണ് എന്ത് എൻ്റെ ലേസർ മെറ്റീരിയലിന്റെ ആറ്റവും അതിന്റെ ഇലക്ട്രോണും എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ ഓർബിറ്റ് ആണ്. ഏതിന്റെ ഓർബിറ്റ് ആണ്? ഇതിന്റെ ഈ ഇലക്ട്രോണിന്റെ എന്ത് ഓർബിറ്റ് ആണ്? നാച്ചുറൽ ഓർബിറ്റ് ആണ് ഇവൻ. ഇതിന്റെ മുകളിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുക? ഇവൻ എക്സൈറ്റ് ആയിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നു. മുകളിലേക്കുള്ള ഈ ഓർബിറ്റിലേക്ക് പോകുന്നത് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇവൻ പോവുകയാണ്. അപ്പൊ ഹയർ എനർജി സ്റ്റേറ്റിൽ ഇവൻ കുറെ നേരം നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇവൻ തിരിച്ച് ഇതിലേക്ക് വരും, ഇവന്റെ ഇനീഷ്യൽ ഓർബിറ്റിലേക്ക് വരും. ആ നേരത്തെ ഇവൻ എനർജി അല്ലെങ്കിൽ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് എമിറ്റ് ചെയ്യും? ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ആ ഫോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഫുള്ളി റിഫ്ലക്റ്റിംഗ് മിററിന് ഫുള്ളായിട്ട് റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററിനും കുറച്ചെണ്ണം റിഫ്ലക്ട് ചെയ്ത് വരും. ആ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഫോട്ടോൺസ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ലെവല് അല്ലെങ്കിൽ ഈ പറയുന്ന ആറ്റത്തിന്റെ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഫോട്ടോൺസ് അല്ലെങ്കിൽ വീണ്ടും ഇവൻ ഈ എനർജി ലെവൽ എനർജി കൂടി വരികയാണ് ചെയ്യുക. എന്നിട്ട് ഈ ഫോട്ടോൺസിനെ ഏതിന്റെ രൂപത്തില്? ലേസർ ബീമിന്റെ രൂപത്തില് പുറത്തേക്ക് എമിറ്റ് ചെയ്യാണ് ചെയ്യുക. ഈ എനർജിയെ പുറത്തേക്ക് ലേസർ ബീമിന്റെ സോഴ്സിലേക്ക് അല്ലെങ്കിൽ മോണോക്രോമാറ്റിക് ലൈറ്റ്സ്, ഈ ഫോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജി പാക്കറ്റ്സ് ആണ് അല്ലെ? അപ്പൊ അവനെ മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ രൂപത്തിൽ പുറത്തേക്ക് എമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഈ മെറ്റീരിയൽ റിമൂവൽ ചെയ്യാൻ വേണ്ടി, ഇവിടുന്ന് മെറ്റീരിയൽ റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് ഇതിന്റെ ബേസിക് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? പവർ സോഴ്സിൽ നിന്ന് എനിക്ക് പവർ കിട്ടുന്നു. പവർ കിട്ടിയതിനു ശേഷം എന്താ നടക്കുന്നത്? പവർ കിട്ടിയതിനു ശേഷം ലേസർ എന്ത് ചെയ്യുന്നു? ഈ ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് എന്താ പറയുക, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു? ആ ലൈറ്റ് ഈ പറയുന്ന ലേസിംഗ് സോഴ്സിന്റെ അല്ലെങ്കിൽ ലേസർ മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ടോ ആ ലൈറ്റിന്റെ എനർജി വഴി എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോൾ എന്ത് എമിറ്റ് ചെയ്യുന്നു? ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? ഈ മിററിൽ, ഈ രണ്ട് മിററിലും തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റിഫ്ലക്ട് ചെയ്തവൻ കുറച്ച് എന്താ സംഭവിക്കുക? ഈ പറയുന്ന മെറ്റീരിയലിലേക്ക് തന്നെ വരുന്നു. വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു? ഫോട്ടോൺസ് എമിറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ ഫോട്ടോൺസ് ഒക്കെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുമ്പോൾ അതിനെന്ത് ചെയ്യുന്നു? ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ ലെൻസ് ഉപയോഗിക്കുന്നു. എവിടത്തേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ പറയുന്ന വർക്ക് പീസിന്റെ 0.002 mm വരെ എനിക്ക്, അത്രയും ചെറിയ ഒരു ഏരിയയിലേക്ക് വരെ എനിക്ക് ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നു. അതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ പാർട്ടും പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇതൊന്ന് മായ്ച്ചു കളയാണ്. ഈ പടം ഞാനൊന്ന് മായ്ച്ചു കളയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പവർ സപ്ലൈ ആണ്. ഇതാണ് പവർ സപ്ലൈ ആണ്. അപ്പൊ എന്താണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ബാങ്ക്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജിയാണ് പവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ എ ഏതിലാണ്? കപ്പാസിറ്റർ ബാങ്ക്. ഇവരെന്ത് ചെയ്യുന്നു? ഇവൻ എനർജി ഏതിലേക്ക് കൊടുക്കുന്നു? ഫ്ലാഷ് ലാമ്പിലേക്ക് കൊടുക്കുന്നു. ഡിസ്ചാർജ്ഡ് ടു ഏതിലേക്കാണ്? ഫ്ലാഷ് ലാമ്പിലേക്ക് എനർജി ഡിസ്ചാർജ് ചെയ്യുന്നു. ആര്? ഈ കപ്പാസിറ്റർ ബാങ്കിൽ നിന്ന്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്തത് ഫ്ലാഷ് ലാമ്പ്. എന്താണ് ഫ്ലാഷ് ലാമ്പ്? സിമുലേറ്റിംഗ് ലൈറ്റ് സോഴ്സ് ആണ് നമ്മുടെ ഫ്ലാഷ് ലാമ്പ്. അപ്പൊ സിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നു. ആര് സിമുലേറ്റ് ചെയ്യുന്നു? എന്റെ ലേസർ മെറ്റീരിയലിനെ സിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനെ സിമുലേറ്റ് ചെയ്യാനുള്ള ലൈറ്റ് സോഴ്സ് ആണ്, സിമുലേറ്റിംഗ് ലൈറ്റ് സോഴ്സ് ആണ് ആര്? സോഴ്സ് ആണ് എന്റെ ഫ്ലാഷ് ലാമ്പ്. ഓക്കെ, ലീനിയർ ആർക്ക് ഡിസ്ചാർജ് ലാമ്പുകളാണ് ഫ്ലാഷ് ലാമ്പുകൾ. എന്താണത്? ലീനിയർ ആർക്ക് ഡിസ്ചാർജ് ലാമ്പുകളാണ് ഏത്? എന്റെ ഫ്ലാഷ് ലാമ്പ് എന്ന് പറയുന്നത്. ഈ ഫ്ലാഷ് ലാമ്പിൽ കുറച്ച് ഗ്യാസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ഗ്യാസ്? ഫിൽഡ് വിത്ത് സീനോൺ, ആർഗൺ, ക്രിപ്റ്റൺ. ഇപ്പൊ ഫ്ലാഷ് ലാമ്പ് ഈസ് ഫിൽഡ് വിത്ത് സീനോൺ എന്നാണ് ശരിക്കും. അത് സെഡ്, ഇവിടെ എക്സിന് പകരം സെഡ് ഉപയോഗിച്ചിട്ട് സീനോൺ എന്നും പറയാറുണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ ബുക്കിലുള്ളത് സിയോൺ എന്നാണ്. ഓക്കെ, നമ്മുടെ ബുക്കിൽ എന്താണ്? സിയോൺ എന്നാണുള്ളത്. ഓക്കെ, ശരിക്കും എന്താണ്? സീനോൺ ആണ്. ഒരു എൻ ഇവിടെ മിസ്സിംഗ് ആണ് കേട്ടോ. ഓക്കെ, പക്ഷെ ബുക്കിൽ ITI ബുക്കിലുള്ള സിയോൺ ആണ്. അപ്പൊ ഓപ്ഷനിലും സിയോൺ ആണ് വരാൻ സാധ്യതയുള്ളത്. ആർഗൺ പിന്നെയോ
ഓർ ക്രിപ്റ്റൺ. അപ്പൊ ഈ ഗ്യാസുകളാണ് ഇവിടെ എന്തുള്ളത്, ഫ്ലാഷ് ലാമ്പിന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അവർക്ക് പവർ കിട്ടുമ്പോഴാണ് ലൈറ്റ് അവന്മാർ എമിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ പവർ സപ്ലൈ ആയി, ഫ്ലാഷ് ലാമ്പായി. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് പഠിക്കാം? അടുത്തത് ലേസിംഗ് സോഴ്സ് അല്ലെങ്കിൽ ലേസർ മെറ്റീരിയൽ. ലേസിംഗ് സോഴ്സ് അല്ലെങ്കിൽ ലേസർ മെറ്റീരിയൽ. ഏത്? ഫോട്ടോൺസ്, ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യേണ്ടവർ. ഓക്കെ, ഫോട്ടോൺസ് അല്ലെങ്കിൽ ലേസർ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ലേസറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ലേസിംഗ് സോഴ്സിനെ ബേസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ലേസർ ഡിപ്പെൻഡ്സ് ഓൺ ദി ലേസിംഗ് സോഴ്സ്. Type of laser depends on ലേസിംഗ് സോഴ്സ്. ഇപ്പൊ ലേസിംഗ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആര്, അല്ലെങ്കിൽ ലേസർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആര്? ടൈപ്പ് ഓഫ് ലേസർ. ഇപ്പൊ എത്ര ടൈപ്പ് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി 3 ടൈപ്പ് ഉണ്ട്. അതിൽ 2 ടൈപ്പിനെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. ഓക്കെ, ടൈപ്പ് 3 ഉണ്ട്. ഏതാണത്? സോളിഡ് ലേസർ ഉണ്ട്, സോളിഡ് ലേസർ മെറ്റീരിയൽ ഉണ്ട്. പിന്നെയോ എന്താണ്? ഗ്യാസ് ലേസർ മെറ്റീരിയൽ ഉണ്ട്. പിന്നെയോ മൂന്നാമത്തത് ലിക്വിഡ് അല്ല, സെമി കണ്ടക്ടർ ആണ് കേട്ടോ. സെമി കണ്ടക്ടർ ലേസേഴ്സ് ഉണ്ട്. അപ്പോൾ സോളിഡ് ലേസർ ഉണ്ട്, ഗ്യാസ് ലേസർ ഉണ്ട്, സെമി കണ്ടക്ടർ ലേസർ ഉണ്ട്. ഇതിൽ ഈ 2 മാത്രമാണ് നമ്മുടെ ബുക്കിൽ പറയുന്നത്. അതുകൊണ്ട് ഈ 2 മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തത് സോളിഡ് ലേസർ. അപ്പൊ ആദ്യത്തെ എന്താണ്? സോളിഡ് ലേസറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, സോളിഡ് ലേസർ. അപ്പൊ എന്താണ് സോളിഡ് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോളിഡ് ക്രിസ്റ്റൽസ് ആണ് ഞാൻ ലേസർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? സോളിഡ് ലേസർ എന്ന് പറയുന്നത്. അപ്പം സോളിഡ് ക്രിസ്റ്റൽസ് ആർ യൂസ്ഡ് എന്തായിട്ട്? ലേസിംഗ് മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ലേസർ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആവാം അത് മാൻമെയ്ഡ് റൂബിയോ കാൽഷ്യം ഫ്ലൂറൈഡോ ആവാം. വെറും മാൻമെയ്ഡ് റൂബി അല്ല. ഓക്കെ, അപ്പം മാൻമെയ്ഡ് റൂബി എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. മാൻമെയ്ഡ് റൂബി എന്താണ്? അലുമിനിയം ഓക്സൈഡ് ആണ്. ഓക്കെ, എന്താണ്? മിക്സഡ് വിത്ത് പ്ലസ് 0.05% എന്താണ്? മിക്സഡ് വിത്ത് 0.05% ക്രോമിയം. അപ്പൊ 0.05% എന്ത് മിക്സ് ചെയ്യാണ്? റൂബിയിൽ, മാൻമെയ്ഡ് റൂബിയിൽ മിക്സ് ചെയ്യാണ്. ഓക്കെ, അടുത്തതോ ഒന്നുകിൽ ഇതാവാം, ഓർ എന്താവാം? കാൽഷ്യം ഫ്ലൂറൈഡ് ആവാം. ഓക്കെ, ക്രിസ്റ്റൽ ഡോപ്ഡ് വിത്ത്, അവനെ മിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പ്യൂരിറ്റി അവനിലും ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? നിയോഡിമിയം. എന്താണ് ആഡ് ചെയ്യുന്നത്? ഡോപ്ഡ് വിത്ത് നിയോഡിമിയം ഡോപ്പ് ചെയ്യാണ് ആരില്? കാൽഷ്യം ഫ്ലൂറൈഡ്. റൂബിയിലോ ക്രോമിയമാണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ സാധാരണഗതിയിൽ റൂബി അല്ലെങ്കിൽ സഫയർ ആണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. റൂബി ഓർ സഫയർ ആണ് സാധാരണഗതിയിൽ ഏത്? സോളിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലില് അല്ലെങ്കിൽ സോളിഡ് ലേസർ മെറ്റീരിയൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഗ്യാസ് ലേസർ മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഗ്യാസ് ലേസർ മെറ്റീരിയൽ ഏതൊക്കെ ഗ്യാസ് ആവാം? കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, xenon ആവാം, ഓർ മിക്സർ ഓഫ് 90% ഹീലിയം and 10% നിയോൺ. ഓക്കെ, അപ്പൊ 90% ഹീലിയം, 10% നിയോൺ ആവാം. ക്ലിയർ ആണല്ലോ. ഇനി ഇവന്മാരെ എവിടെ വെക്കുന്നത്? ഇവന്മാരെ ഒരു ഗ്ലാസ് ട്യൂബില്, ഹൈലി പോളിഷ് ആയിട്ടുള്ള ഗ്യാസ് ട്യൂബിലാണ് ഇവന്മാരെ വെക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടെയ്ൻഡ് ഇൻ ഹൈലി പോളിഷ്ഡ് ഗ്ലാസ് ട്യൂബ്. അപ്പൊ ഹൈലി പോളിഷ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലാണ് ഇവന്മാരെ വെക്കുന്നത്.
അപ്പൊ ഇവന്മാരിലേക്ക് ഏത് വരുന്നു? ലേസർ എന്താണ് നമ്മുടെ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുമ്പോൾ ഇവന്മാരുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആറ്റംസിലെ ഇലക്ട്രോൺസ് ഇതിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CO2 ലേസേഴ്സ് ആണ് മോസ്റ്റ് വൈഡ്ലി അല്ല വൈഡ്ലി യൂസ്ഡ്. ഓക്കെ, മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഗ്യാസ് ലേസേഴ്സ്. ഓക്കെ, ഗ്യാസ് ലേസർ ഏതാണ്? CO2 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബുക്കിൽ പറയുന്നുള്ളൂ. റേഡിയന്റ് എനർജി ഡെൻസിറ്റി ഓഫ് CO2 ലേസർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സൺ. എന്താണ് റേഡിയന്റ് എനർജി? ഞാനിവിടെ ഒരു ബോക്സിൽ എഴുതിയേക്കാം. നമ്മുടെ ബുക്കിൽ പറയുന്നതുകൊണ്ട് മാത്രം ഈ പോയിന്റ് പറയുന്നു. റേഡിയന്റ് എനർജി ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് പറയുന്നു. റേഡിയന്റ് എനർജി ഡെൻസിറ്റി ഓഫ് CO2 laser is greater than that of sun. Okay, that of sun. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്, ലേസറിൽ പറയാനുള്ളത്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം, അതിന്റെ പവർ റേഞ്ച് പറയാം. പവർ റേഞ്ച്. ഓക്കെ, പവർ റേഞ്ച് അത് 10 കിലോവാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ ടു 10,000 കിലോവാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ 10 കിലോവാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ ടു 10,000 കിലോവാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ പവർ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലേസർ നമുക്ക് സ്പെഷ്യലായിട്ട് രണ്ട് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അലുമിനിയത്തിന്റെ അലോയും അതും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അതിനുവേണ്ടി ഇത് ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്തേക്കാം. അപ്പോൾ എന്താണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്? ലേസർ കനോട്ട് കട്ട് എന്താണ്? അലുമിനിയം, കോപ്പർ ആൻഡ് അലോയ്സ്. അപ്പോ എന്ത് ചെയ്യാൻ പറ്റില്ല? അലുമിനിയത്തിനെയും കോപ്പറിനെയും. ഇപ്പൊ സാധാരണ നമ്മൾ ഫിക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഫിക്സറൊക്കെ അലുമിനിയം ഫിക്സേഴ്സ് ആയിരിക്കും. കാരണം എന്താണ്? ലേസറിന് ഈ പറയുന്നവനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അലുമിനിയത്തിനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കോപ്പറിനെയും ലേസറിന് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അവന്മാരുടെ അലോയിയെയും ഈ ലേസറിന് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഏതിനെ കുറിച്ച് പറയാനുള്ളത്? ലേസർ ബീം കട്ടിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ആ ന്യൂമറിക്കൽസ് ആണ് ഒന്ന് ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ എന്താണ് ഓർത്ത് വെക്കാനുള്ളത്? ഈ പറയുന്ന പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ലേസർ കനോട്ട് കട്ട് ഏതാണ്? അലുമിനിയം ആൻഡ് ദർ അലോയ്സ്. അലുമിനിയവും അതിന്റെ അലോയ്സോ ആർക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ലേസറിന് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി ആ റൂബി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. എന്താണ്? റൂബി എന്ന് പറയുന്നവൻ ഹൈ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ലെസ് എഫിഷ്യന്റ് ആയിട്ട് വരും. എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? അതിന്റെ ഫോട്ടോൺ എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റൂബി റോഡ് ഹൈ ടെമ്പറേച്ചറിലേക്ക് വരുന്ന സമയത്ത് എന്താവും? ലെസ് എഫിഷ്യന്റ് ആവും. അതുകൊണ്ട് തന്നെ എന്ത് വേണം? കണ്ടിന്യൂസ് കൂളിംഗ് വേണം. ഓക്കെ, എന്ത് ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യാം? വാട്ടർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യാം, എയർ ഉപയോഗിച്ച് കൂൾ ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് നൈട്രോജൻ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യാം. അപ്പൊ ആ കാര്യം നമുക്കൊന്ന് എഴുതാനാണ്. റൂബി റോഡ് become less efficient at high temperature. അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ഒരു റേഞ്ചിൽ പിടിച്ചു വെക്കണം. അത്ര ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? കണ്ടിന്യൂസ് കൂളിംഗ് കൊടുക്കണം. ഓക്കെ, കണ്ടിന്യൂസ്ലി എന്തിനു വേണ്ടിയിട്ടാണ് കൂൾ ചെയ്യുന്നത്? ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ. കണ്ടിന്യൂസ്ലി കൂൾഡ് വിത്ത് എന്താണ്? വാട്ടർ, വെള്ളം കൊണ്ടാവാം, ഓക്കെ, എയർ, വായു കൊണ്ടാവാം, ഓർ ലിക്വിഡ് നൈട്രോജൻ.
ലിക്വിഡ് നൈട്രജൻ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, കൂൾ ചെയ്യാം. ഓക്കെ, അപ്പൊ കൂളന്റ് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂബി ക്രിസ്റ്റൽ ഉപയോഗിക്കുന്ന വാട്ടർ, എയർ, ലിക്വിഡ്, നൈട്രജൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ വാട്ടർ, എയർ, ലിക്വിഡ്, നൈട്രജൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് പറയാനുള്ളത് വാട്ടർ ജെറ്റ് കട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. പഞ്ചിങ് സെയിം തന്നെയാണ്. പഞ്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ എന്തായത് വാട്ടർ ജെറ്റ് പഞ്ചിങ് ആയി മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വാട്ടർ ജെറ്റ് കട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് യൂസസ് എക്സ്ട്രീംലി ഹൈ പ്രഷർ ജെറ്റ് ഓഫ് വാട്ടർ. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? എക്സ്ട്രീംലി ഹൈ പ്രഷർ യൂസസ് extremely high pressure extremely high pressure jet of water, extremely high pressure jet of water, or ഒന്നുകിൽ വാട്ടർ മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിലോ വാട്ടറും അബ്രസീവ് സബ്സ്റ്റൻസും. നമ്മൾ ആ ഗ്രൈൻഡിങ് പറഞ്ഞ സമയത്ത് അബ്രസീവ് സബ്സ്റ്റൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കൂർത്ത മൊനയുള്ള കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പൊടികളെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അബ്രസീവ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓർ എ മിക്സ്ചർ ഓഫ് എന്താണ്? വാട്ടർ ആൻഡ് ആൻ അബ്രസീവ് സബ്സ്റ്റൻസ്. Water and an abrasive substance. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ഈ അബ്രസീവ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്? ഹാർഡർ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്രാനൈറ്റ്, വളരെ ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അബ്രസീവ് വാട്ടർ ജെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അബ്രസീവ് വാട്ടർ ജെറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കട്ട് ചെയ്യാൻ വേണ്ടി. ആരെ? ഹാർഡർ മെറ്റീരിയൽസ്. ഏതൊക്കെയാവാം? ഹാർഡ് മെറ്റൽ ആവാം, ഹാർഡ് മെറ്റൽസ് ആവാം, അല്ലെങ്കിൽ എന്താവാം? ഗ്രാനൈറ്റ് ആവാം. ഓക്കെ, ഗ്രാനൈറ്റ് ആവാം. അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അബ്രസീവ് വാട്ടർ ജെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വാട്ടർ ജെറ്റ് മാത്രമാണെങ്കിലോ വാട്ടർ ജെറ്റ് അല്ലെങ്കിൽ വാട്ടർ എലോൺ കട്ടിംഗ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ വാട്ടർ ജെറ്റ് വിത്തൗട്ട് അബ്രസീവ്, അതിനാണ് എന്താ പറയുന്നത്? വാട്ടർ എലോൺ കട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ ജെറ്റ് വിത്തൗട്ട് അബ്രസീവ്. വാട്ടർ ജെറ്റ് വിത്തൗട്ട് അബ്രസീവ് ആണെങ്കിലോ അത് കട്ട് സോഫ്റ്റർ മെറ്റീരിയൽ. നമ്മുടെ വുഡ് പോലുള്ള, ഓക്കെ, റബ്ബർ പോലുള്ള സോഫ്റ്റ്വെയർ മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? വാട്ടർ എലോൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? വുഡ് ആവാം, സോഫ്റ്റ് മെറ്റൽസ് ആവാം, പിന്നെയോ റബ്ബർ ആവാം. ഓക്കെ, ഇവന്മാരൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? വാട്ടർ എലോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, വാട്ടർ എലോൺ ജെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ പേരാണ് വാട്ടർ എലോൺ ജെറ്റും എന്ന് പറയുന്നത്. വാട്ടർ എലോൺ ജെറ്റ് എന്നും ഇതിനെ പറയാറുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണഗതിയിൽ ഫാബ്രിക്കേഷൻ പ്രോസസ്സിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, വാട്ടർ ജെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ടർ ജെറ്റ് കട്ടിംഗ് ഓഫൺ യൂസ്ഡ് ഡ്യൂറിങ് ഫാബ്രിക്കേഷൻ. വാട്ടർ ജെറ്റ് കട്ടിംഗ് often used during fabrication. Okay, during fabrication. അപ്പോൾ ഫാബ്രിക്കേഷന്റെ സമയത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാട്ടർ ജെറ്റ് കട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെയോ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? എവിടെയൊക്കെയാണോ എനിക്ക് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കട്ടിങ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട രണ്ട് പ്രോസസ്സുകളും ഹീറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പം സാധാരണഗതിയിലുള്ള നോർമൽ കട്ടിങ് ഏതാണ്? കൺവെൻഷണൽ കട്ടിങ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഉണ്ടാവും. അപ്പം ഹീറ്റ് എനിക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആവശ്യമില്ലാത്ത, ഹൈ ടെമ്പറേച്ചർ പ്രശ്നം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ പറയുന്ന വാട്ടർ ജെറ്റ് കട്ടിംഗ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്ന് എഴുതിയേക്കാം, അതിനുവേണ്ടി ഇതൊന്ന് മായ്ച്ചേക്കാം. ഓക്കെ, യെസ്. അപ്പോൾ പ്രിഫേർഡ് വെൻ, എപ്പോഴാണ് ഇത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? പ്രിഫേർഡ് വെൻ the material being cut
cut are sensitive to high temperature, are sensitive to high temperature, high temperature. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രഷറൈസ്ഡ് വാട്ടറിനെ അല്ലെ, പ്രഷറൈസ്ഡ് വാട്ടർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇതിനു വേണ്ടി ഉപയോഗിക്കും, വാട്ടർ ജെറ്റ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പ്രഷറൈസ്ഡ് വാട്ടറിനെ നമ്മൾ ഒരു നോസിലിൽ കൂടെയാണ് പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക, അപ്പൊ അവന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആരുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, വളരെ ഹൈ വെലോസിറ്റി ആയി മാറും ആരുടെ, ഈ വാട്ടർ ജെറ്റിന്റെ. ഓക്കെ, അപ്പൊ വെൻ പ്രഷറൈസ്ഡ് വാട്ടർ passes through nozzle, എന്താ സംഭവിക്കുക, വെലോസിറ്റി ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഹൈ വെലോസിറ്റി ആയിരിക്കും ആർക്ക് ഉണ്ടാവുക, ഈ പറയുന്ന വാട്ടർ ജെറ്റിന് ഉണ്ടാവുക. ദ ഹൈ വെലോസിറ്റി വാട്ടർ ജെറ്റ് ഈസ് അലൗഡ് ടു സ്ട്രൈക്ക് എ ഗിവൺ വർക്ക് പീസ്. ഓക്കെ, ദി ഹൈ വെലോസിറ്റി water jet is allowed to strike a workpiece, given workpiece. അപ്പൊ എന്താ സംഭവിക്കുക, കൈനറ്റിക് എനർജി, വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാവും കൈനറ്റിക് എനർജി ഉണ്ടാവും, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതെന്ത് ചെയ്യും, ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. ആ സ്ട്രെസ് ഉപയോഗിച്ചിട്ട് വർക്ക് പീസിനെ ഞാൻ കട്ട് ചെയ്യും. അപ്പൊ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്, കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു എപ്പോ ഈ വർക്ക് പീസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, പ്രഷർ എനർജി. ആ പ്രഷർ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, ഇൻഡ്യൂസസ് സ്ട്രെസ് ടു കട്ട് ദി വർക്ക് പീസ്. ഓക്കെ, വർക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ്. ഇവിടുത്തെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ബുക്കിൽ പലതായിട്ടാണ് എഴുതുന്നത്. ചില ബുക്കിൽ 760 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്, ചില ബുക്കിൽ 900 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു റേഞ്ച്, 760 മുതൽ 900 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് അതിന്റെ വെലോസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ന്യൂമറിക്കൽ 760 ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ അത് എഴുതുക, 900 ആണ് തന്നിരിക്കുന്നത് അത് എഴുതുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക 700 to 900 എന്നുള്ള റേഞ്ച് ആണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ മോഡേൺ കട്ടിംഗ് ടെക്നിക്സ്, ഏതിലുള്ള നമ്മുടെ ഷീറ്റ് മെറ്റലുള്ള മോഡേൺ കട്ടിംഗ് ടെക്നിക്സ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ നമ്മൾ പ്ലാസ്മ ആർക്കിനെ കുറിച്ച് പറഞ്ഞു, ലേസർ ബീമിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ വാട്ടർ ജെറ്റ് കട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ, ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. ഓക്കെ.